ിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു താലൂക്കിലേക്കോ കയറാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തത്. ഇനി പോലീസിനെയും ആർടിഐയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് എവിടെ വേണേലും ധൈര്യമായിട്ട് പോകാമല്ലോ. ഓട്ടോറിക്ഷയുടെ സാഹചര്യമൊക്കെ മാറി. പഴയ പോലെ ഓട്ടോറിക്ഷ പ്രാദേശികമായി മാത്രം ഓടുന്നതല്ല. ഈ അടുത്തൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു താലൂക്കിലേക്കോ കയറാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തത്. ഉദാഹരണത്തിന് പത്തനാപുരം ടൗണിൽ നിന്ന് ഒരാൾക്ക് കലഞ്ഞൂരേക്ക് ഒരു ഓട്ടോറിക്ഷ പോകാൻ പറ്റത്തില്ല നിയമപരമായി. കലഞ്ഞൂർ നിൽക്കുന്ന ഒരാളിന് പത്തനാപുരം ടൗണിലേക്ക് ഓട്ടോറിക്ഷയിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു അപ്രായോഗികമായ പരിഷ്കാരമാണ്. എന്നാൽ എല്ലാവരും പോകുന്നുണ്ട്, വരുന്നുണ്ട്. അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്നുള്ളൊരു ഫൈനൊക്കെ വരുന്നുള്ള കാര്യം കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്തത്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആ ജില്ലയുടെ അതിർത്തിയുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ. മാത്രമല്ല ഇപ്പോൾ ആളുകൾ ഓട്ടോറിക്ഷയിൽ ശബരിമലയിൽ പോകാറുണ്ട്. അതുപോലെ ആളുകൾ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ പോകണം, പത്തനംതിട്ടയിൽ കോന്നി ആശുപത്രിയിൽ പോകണമെങ്കിൽ തലൂരുള്ള ആളുകൾ ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റത്തില്ല. ഒന്നീ കാർ പിടിച്ച് പോകണം, അല്ലെങ്കിൽ ബസ്സിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോറിക്ഷ അതിനെ ഓടാനുള്ള സൗകര്യം ഇപ്പോൾ സാങ്കേതികമായ മികവുണ്ട്, കുറച്ച് ദൂരം ഓടാനായിട്ട്. പണ്ടങ്ങനെയല്ല, ഇപ്പോഴതിന് കഴിയും. അപ്പോൾ സാധാരണക്കാരുടെ ഒരു വാഹനം എന്ന നിലയിലാണ് ഓട്ടോറിക്ഷക്കാർക്കും സാധാരണക്കാർക്കും ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെൻറ് തിരുത്തുരുത്തിയത്. ജില്ലയിൽ നിന്ന് 20 കിലോമീറ്ററിലേ പോകാൻ പറ്റത്തുള്ളായിരുന്നു ഇതുവരെ. ഇപ്പം എല്ലായിടത്തേക്കും പോകാനുള്ള തീരുമാനം സർക്കാർ എടുത്തതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനി ആരും തടയത്തില്ല. ഇപ്പോൾ പേപ്പർ പോകാൻ ക്ലിയർ ആണെങ്കിൽ എവിടെ വേണേലും പോകാം, കേരളത്തിൽ എവിടെ വേണം പോകാം. നേരത്തെ ബുദ്ധിമുട്ട് ജില്ലയിൽ നിന്ന് 20 കിലോമീറ്റർ പോയാൽ പെർമിറ്റ് ഇല്ലല്ലോ പോകാനുള്ള. അപ്പം അങ്ങനെ പല ബുദ്ധിമുട്ടുകളുമായിരുന്നു. ഇപ്പോൾ അത് മാറിക്കിട്ടി. എന്തായാലും ഇതോടെ സന്തോഷമായി. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും LDF സർക്കാരിനും ഞങ്ങളുടെ ഒരു നന്ദി അറിയിക്കുന്നു. ഇപ്പം വന്നേക്കുന്ന നിയമം നല്ല കാര്യം തന്നെയാണ്. പിന്നെ ആർട്ടിയും പോലീസുകാരെയും ഒന്നും പേടിക്കാതെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടാം. ഇങ്ങനെ ഒരു തീരുമാനം വന്നത് വളരെ നല്ല കാര്യമാണ്. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെ വേണേലും പോകാമല്ലോ. ഇത്ര നാൾ പേടിച്ചാണ് അടൂർ വരെ പോകുന്നത് പോലും പേടിച്ചായിരുന്നു. ഇനി ധൈര്യമായിട്ട് എവിടെ വേണേലും പോകാം. സാങ്ഷൻ ആക്കി തന്ന മന്ത്രിക്ക് വളരെയേറെ സന്തോഷം. ഇവിടുന്ന് അടൂർ വരെ പോകാൻ പോലും പേടിച്ചായിരുന്നു പോകുന്നത്. ഇപ്പൊ അത് വളരെ സന്തോഷത്തോടെ ഇത് ഏറ്റെടുക്കും. ബുക്കും പേപ്പറും ക്ലിയർ ആണെങ്കിൽ ഞങ്ങൾക്ക് എവിടെയും പോകാമല്ലോ. റെയിൽവേ സ്റ്റേഷൻ വിളിച്ചാൽ പോലും പോകാൻ പ്രയാസമായിരുന്നു. ഇനി അത് പോകാൻ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാമല്ലോ. ഇത്രയും നാൾ പേടിച്ചല്ലേ പോയത്. ഇപ്പൊ സന്തോഷമായി. കാരണം നമുക്ക് അങ്ങോട്ട് പോയാലേ അത് തിരിച്ചിട്ടില്ലെന്നുള്ളൊരു ഇതുണ്ടല്ലോ. നേരത്തെ അവസ്ഥ എന്തുവരുന്നോ? നേരത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്ററിന് അപ്പുറം അങ്ങോട്ട് പോകാൻ നോക്കിയാലും ജില്ല കിട്ടും. അല്ല, ഇപ്പൊ മൊത്തത്തിൽ പോകാമല്ലോ. നമ്മുടെ മന്ത്രിയുടെ തീരുമാനം നല്ല തീരുമാനം തന്നെ. അതിൽ സന്തോഷം.